പ്രിയമുള്ളവരെ, തൃശൂർ പൂരത്തിന് ഇന്ന് സമാപനമാവുകയാണ്. പാറമേക്കാവ് തിരുവമ്പാടി ദേവിമാർ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ 36 മണിക്കൂർ നീണ്ട തൃശൂർ പൂരം അവസാനിക്കുകയാണ്. പകൽപൂരത്തിന്റെ ഭാഗമായുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ഉച്ചയ്ക്ക് 12:30 ശ്രീമൂലസ്ഥാനത്ത് ഇരുമേളകളും പൊട്ടിക്കലാശിക്കും. അർജുൻ മട്ടിനോട് വിവരങ്ങൾ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പകൽപൂരത്തിന്റെ ദിവസമാണല്ലോ. എപ്പോഴാണ് ഈ ചടങ്ങൊക്കെ തുടങ്ങുന്നത്? ഗുഡ് മോർണിംഗ് സ്മൃതി വർത്തിക്കാട്. ഇന്ന് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന്റെ ആവേശം ഇന്ന് കൊടിയിറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ പകൽപൂരത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. അവിടെ ഇപ്പോൾ പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകൾ, പാറമേക്കാവ് വിഭാഗം ഇപ്പോൾ അണിനിരക്കുകയാണ്. പാറമേക്കാവ് ദേവിയുമായുള്ള എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെ ആനകൾ അണിനിരന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നയിക്കനാളിൽ മറുഭാഗത്ത് തിരുവമ്പാടി വിഭാഗവും അണിനിരക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇരുഭാഗത്തു നിന്നും മേളം ആരംഭിച്ചുകൊണ്ട് ഇരു വിഭാഗവും എഴുന്നള്ളിപ്പ് നടത്തും. ശ്രീമൂലസ്ഥാനത്തേക്കാണ് എഴുന്നള്ളി എത്തുക. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഔദ്യോഗികമായി പൂരം സമാപിക്കാൻ പോകുന്നത്. രാവിലെ 8:30 ശ്രീമൂലസ്ഥാനത്ത് മേളം തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ അല്പം ചൂട് കുറവായിരിക്കും, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി എന്ന് അറിയില്ല. തൃശ്ശൂരിൽ പൊതുവെ ചൂട് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ജില്ല കൂടിയാണ്. എന്താണ് ചൂടിന്റെ ഒരു സ്ഥിതി? ഇപ്പോൾ ആനകളെയൊക്കെ എഴുന്നള്ളിക്കുമ്പോഴും അതും ഒരു ആശങ്കയായി നിൽക്കുന്നുണ്ട്. സ്മൃതി, കനത്ത ചൂട് തന്നെയാണ് തൃശ്ശൂരിലും ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തന്നെ ഉച്ചക്ക് ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന സമയത്തൊക്കെ തന്നെ വലിയ ചൂടുണ്ടായിരുന്നു. പക്ഷേ ആ ചൂടിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ആയിരങ്ങളാണ് ആ ക്ഷേത്രസന്നിധിക്കുള്ളിൽ, അതായത് ക്ഷേത്രത്തിന് ഉള്ളിൽ തന്നെ ഇന്നലെ ഒത്തുകൂടിയത്. ഇന്നും സമാനമായ സാഹചര്യമായിരിക്കും. ഇന്ന് തൃശ്ശൂരുകാരുടെ പൂരം എന്നാണ് പറയുക. സ്വാഭാവികമായും ഈ തൃശ്ശൂരിലെ പൂരപ്രേമികൾ ഒന്നാകെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ചൂടൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് 1-2 പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടിയൊക്കെ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. ചേച്ചി, എവിടുന്നാ വരുന്നേ? ഞങ്ങളോ ചെർപ്പളശ്ശേരിന്ന്. കഴിഞ്ഞ ദിവസം വന്നോ പൂരം? ഇന്ന് കാണാൻ വരിക. ചൂടാണല്ലേ? ചൂട് സഹിക്കാൻ വയ്യാലോ. മുഴുവൻ കാണോ? ഇല്ലില്ല, ഞങ്ങൾ വെയിലാകുമ്പോഴേക്ക് പോകും. സ്മൃതി, അങ്ങനെയാണ്. അത്തരത്തിൽ ആളുകളൊക്കെ തന്നെ രാവിലെ വരുന്നുണ്ട്. ചിലരൊക്കെ തന്നെ ഉച്ചക്കുള്ള ചൂട് സഹിക്കാൻ പറ്റാതെ പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ പാലക്കാട് ചെറുപ്പശ്ശേരിയിലുള്ളവരാണ്. അപ്പോൾ ഇതിനേക്കാൾ ചൂടുള്ള സ്ഥലത്താണ് വരുന്നത് എന്നുള്ളതാണ്. അവിടെ 40 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലാണ് പാലക്കാട്ടെ ചൂട്.